ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ വായിന്ന് സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അടുക്കളയിൽ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും മാത്രമേ കേട്ടോ നയനക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദേവയാനി മുത്തശ്ശിയും കൂടി ചേർന്നിട്ട്. അപ്പോൾ മുത്തശ്ശിയെടുത്ത് ചോദിക്കുന്നുണ്ട് നയന, അതേ മുത്തശ്ശി, അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുത്തശ്ശി, വഴക്ക് പറയരുത്. എൻ്റെ മോൾ എന്ത് വേണം ചോദിച്ചോ, മുത്തശ്ശി പറയാലോ. അതെ, ഈ നാഗേന്ദ്രനെ ജ്വല്ലറിന്ന് പുറത്താക്കിയത് ആ നെക്ലസിന്റെ പേരിലാണെന്ന് മനസ്സിലായി. ഇതൊക്കെ മോളോട് ആര് പറഞ്ഞു? അപ്പൊ ദേവയാനി പറഞ്ഞിട്ട്, അത് നമ്മുടെ ശങ്കരേട്ടനില്ലേ, ശങ്കരേട്ടനോട് ആദർശ് പോയി ചോദിച്ചിരുന്നു. അവൻ ഇതിന്റെ വലിയ കാര്യമുണ്ടോ, അവൻ ഇതിനെ അതൊക്കെ അന്വേഷിക്കാൻ നിൽക്കണത്? മക്കളുടെ ഒരു ആഗ്രഹമല്ലേ, പഴയ കഥകളൊക്കെ അറിയാൻ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മളോ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ അവരായിട്ട് അന്വേഷിച്ചു പോണത് നല്ലതല്ലേ അമ്മേ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്താ അറിയേണ്ടത് എന്ന് നയനെ അടുത്ത് മുത്തശ്ശി ചോദിക്കുമ്പോൾ നയനെ പറയണ്ടല്ല, നാഗേന്ദ്രനെ ജ്വല്ലറിന്ന് പുറത്താക്കിയത് ആ ഒരു കാരണം കൊണ്ടാന്ന് മനസ്സിലാക്കി. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം വേറെ എന്തായിരുന്നു മുത്തശ്ശി? അതിന്റെ പിന്നിൽ വേറെ എന്തോ ഒരു കാരണം കൂടി ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞു തരാൻ സൗകര്യമില്ല, ആർക്കും ഞാൻ പറഞ്ഞു തരാൻ പോണില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നീ ആലോചിച്ചോ, അവൻ ചതിയന, വഞ്ചകൻ, ദുഷ്ടൻ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴേക്കും നയനെ പറയണ്ട. അല്ല മുത്തശ്ശി, മുത്തശ്ശിയും മുത്തശ്ശനും ഈ വീട്ടിലെല്ലാവരും അത്രമാത്രം വെറുക്കാൻ വേണ്ടി എന്ത് ചതിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ, പൊറുക്കാൻ പറ്റാത്ത വലിയ ചതിയാണ് അയാൾ ചെയ്തത്. പിന്നെ അതിനി പറയാണ്ട് എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ജ്വല്ലറി തകർക്കാൻ നിൽക്കല്ലേ നാഗേന്ദ്രൻ, അത് അയാൾക്കുള്ളൊരു വാശിയായിട്ടല്ലേ മുത്തശ്ശി കാണേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ അയാളെ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അയാളോട് ചെയ്ത എന്ത് വലിയ ദ്രോഹമാണെന്ന് ആലോചിച്ച് ചോദിക്കേ. ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, പ്രത്യേകിച്ച് മോളുടെ മുത്തശ്ശനും എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അവൻ ദുഷ്ടനാ മോളെ, ദുഷ്ടൻ, പരമദുഷ്ടൻ, ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ പറയാണ് മുത്തശ്ശി കുറെ നേരം ഇന്ന് നാഗേന്ദ്രനെ വഴക്ക് പറയുന്നു. പക്ഷെ അത് എന്താണ് കാരണമെന്ന് മുത്തശ്ശി ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറ മുത്തശ്ശി, എന്താ കാര്യം? എന്തിനാ നാഗേന്ദ്രനെ ഇത്ര മാത്രം നിങ്ങൾ വെറുക്കുന്നത്? അയാളുടെ ഭാഗത്തുനിന്ന് അതിന് മാത്രം എന്താ അത്ര വലിയ തെറ്റ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് ചോദിക്കുമ്പോഴേ മുത്തശ്ശി പറഞ്ഞു, ഞാൻ നയനെ, ദേ ഇപ്പൊ നീ ഗർഭിണിയാണ്, നീ ആലോചിക്കണം നിന്റെ കുഞ്ഞിനെ കുറിച്ചാണ്, അല്ലാതെ നാഗേന്ദ്രനെ കുറിച്ചല്ല. ആ കാര്യം ഇനി ഈ വീട്ടിൽ ആരും പറഞ്ഞു പോരുത്, നാഗേന്ദ്രന്റെ പേര് പോലും ആരും ശബ്ദിച്ചു പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അപ്പുറത്തേക്ക് പോവാട്ടോ. പറഞ്ഞു ദേവയാനി പറഞ്ഞ, മോളെ, മുത്തശ്ശിക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, എല്ലാമേ അത് അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാ നാഗേന്ദ്രനെ പുറകെ പറഞ്ഞ പോലെ നടക്കുന്നത്? ഇപ്പൊ ആദർശ് മോളും ആലോചിക്കേണ്ട കാര്യം കുഞ്ഞിനെ കുറിച്ചാണ്. ദേ ഇപ്പൊ നമ്മൾ ആലോചിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ സമയത്ത് എന്താ ചെയ്യാ? സന്തോഷമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, സിനിമകൾ കാണുക, പാട്ടുകൾ, നല്ല സന്തോഷം തരുന്ന പാട്ടുകൾ കേൾക്കുക, കോമഡീസ് ഫിലിം കാണുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാട്ട് കേൾക്കണൊക്കെ നല്ലതല്ലേ. പിന്നെ മോൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആദർശോട് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകും, ഫുഡും കാര്യങ്ങളും വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി തരാം. അതൊക്കെ കഴിച്ചും കുടിച്ചും പുറത്തൊക്കെ നടന്നിട്ട് ഇങ്ങനെ ആഘോഷിക്കും മോളെ. അല്ലാതെ ഈ നാഗേന്ദ്രന്റെ പേരിൽ ഈ നല്ല നിമിഷങ്ങൾ മോള് വിട്ടുകളയല്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കുഞ്ഞായി കഴിഞ്ഞാൽ പല അമ്മമാരും പറയാറുണ്ട്, ഹോ, ഗർഭിണിയായ സമയത്ത് ഒന്നും നടന്നില്ല എന്ന്. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിചാരിക്കണം മോൾ. അതുകൊണ്ട് നാഗേന്ദ്രന്റെ കാര്യം ഇനി പറയണ്ട, അത് വിട്ടുകളഞ്ഞേക്ക്. ഇനി അതിനെക്കുറിച്ച് മുത്തശ്ശിയോടൊന്നും ചോദിക്കണ്ട, അമ്മക്കും അച്ഛനൊന്നും അത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും അവിടെ നിന്ന് പോവാണ്. ശേഷം നയന റൂമിലേക്ക് പോകുന്നുണ്ട്. ആദർശ് ചോദിക്കണ്ടേ, എന്താടോ താൻ മുത്തശ്ശിയുടെ ചോദിച്ചു. മുത്തശ്ശിക്ക് അത് തീരെ ഇഷ്ടമില്ല. എന്തു പറ്റി? മുത്തശ്ശി പറയണത് അത് ആർക്കും പറയില്ലെന്നാ. മുത്തശ്ശിക്ക് ഭയങ്കര വാശിയാ. ആദ്യമായിട്ടാ മുത്തശ്ശി ഇത്രയും വാശി പിടിക്കണത് ഞാൻ കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാളും എന്തോ വലിയ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നേലേ. അങ്ങനെ വേണം കരുതാനായിട്ട്. നമ്മളൊന്നും വിചാരിക്കണേക്കാളും അപ്പുറം എന്തോ സംഭവിച്ചിട്ടുണ്ട് ആദർശേട്ടാ. അല്ലെങ്കിൽ അവർ ഇത്രമാത്രം വെറുക്കില്ല. മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് ആരെയും വെറുക്കുന്ന കൂട്ടത്തിലല്ല. അതെ, അതെനിക്ക് മനസ്സിലായി. എന്നാലും എന്തായിരിക്കും സംഭവം? ഒരു കാര്യം ചെയ്യാം, അന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു പണിക്കാരൻ, അതായത് ശങ്കരേട്ടനെ പോലെ വേറെ ഏതെങ്കിലും ജോലിക്കാരുണ്ടാവുമല്ലോ വിശ്വസ്തരായവര്, അവരാരെങ്കിലും കണ്ടുപിടിച്ച് നമുക്ക് അന്വേഷിച്ചാലോ? വേണം. നയനെ ചോദിക്കണ്ടല്ല ആദർശേട്ടനെതിരെ ഈ നാഗേന്ദ്രന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? അല്ല, ഇതിന് കൂടുതലല്ലേ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും അല്ലടോ, അയാള് ഇത്രമാത്രം നമ്മളെ വെറുക്കാൻ കാരണം എന്തോന്ന് അറിയണമെന്ന് തോന്നി. പിന്നെ അയാൾ നിരപരാധിയാണെന്ന് എനിക്ക് മുമ്പേ ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയെന്ന്. അത് വേറൊന്നുമില്ലടോ, ഒരു നിരപരാധിയായിട്ടുള്ള ഒരാളെ എന്തിനാ നമ്മൾ ശിക്ഷിക്കണത്? ഇപ്പൊ ഇത്രയും വർഷം അയാൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. അയാളെ മക്കളിൽ നിന്നിട്ട് അയാളെ പിരിച്ചു. എന്റെ ചെകുത്താനെ കയറിയ പോലത്തെ അപ്പച്ചി. ഇനിയെങ്കിലും അയാൾ നല്ലവനാണെന്നുണ്ടെങ്കിൽ അയാൾ അകത്ത് കേട്ടിണ്ടേ, അയാളല്ലേ ഇവിടെ നിൽക്കേണ്ടത്, പകരം ജലജപ്പച്ചിയിലെ പുറത്തു പോകേണ്ടത്. ഞാൻ പറയില്ലേ, മൂർത്തിസ് ജ്വല്ലറി ഇപ്പൊ ഈ നിലയിലേക്ക് വളരാൻ കാരണം ഏറെക്കുറെ പങ്കും നാഗേന്ദ്രന്റെ ആണ് എന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. അയാള് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജലജപ്പച്ചിനെ വിവാഹം കഴിച്ചിട്ട്
അബിക്കൊരു 7 വയസ്സാവണ വരെ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ 7 വർഷം അയാൾ കഠിനാധ്വാനം ചെയ്ത് രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടാണ് മൂർത്തിജോളിനെ വളർത്തി വലുതാക്കിയത്. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരിക്കലും മൂർത്തിജോളിനെ തകർക്കാൻ വേണ്ടി നോക്കില്ലെന്ന് അറിയാം. പണത്തിനോടും സ്വർണത്തിനോടും ഒരു ആർത്തിയും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാളെ സഹായിക്കാൻ നമ്മൾ വേണ്ടത്. ശരി ആദർശ് ചേട്ടാ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ മുത്തശ്ശിയുടെ പതിക്ക് ഒരു രഹസ്യമായിട്ട് ഒന്നും കൂടി അന്വേഷിച്ച് നോക്കാം എന്ന് പറയണ്ടേ. എന്തായാലും ജലജപ്പിച്ചിയുടെ വായിന്ന് നമ്മൾ സത്യങ്ങളൊന്നും അറിയാൻ പോണില്ല. കാരണം ജലജപ്പിച്ചിയുടെ ഭാഗത്ത് തെറ്റ് പറയില്ലല്ലോ. എങ്കിലും എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. മിക്കവാറും ജലജപ്പച്ചി ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടല്ലോ, അത് നാഗേന്ദ്ര തല്ലി കെട്ടി വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് ചാൻസ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് ചാൻസ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അതെ ആദർശിട്ട, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോ നമുക്ക് ഇതിന് ആൻസർ കിട്ടുമായിരിക്കും. അതെ, ഞാൻ അതുപോലെ തന്നെ അവിടെ വേറെ ഏതെങ്കിലും പണിക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് ആദർശ് പറയണം. അങ്ങനെ ആദർശ് കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇവർ തമ്മിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കുറെ ആളിനെ തിരിഞ്ഞ് നടക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആദർശ് കുറച്ച് ആൾക്കാരുടെ ബന്ധമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല. കാരണം ഇവരുടെ കുടുംബത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവസാനം മുത്തശ്ശി തന്നെയാണ് ഈ സത്യങ്ങളൊക്കെ നയനയെടുത്ത് പറയട്ടോ. വേറൊന്നല്ല, അവിഹിതം അത് തന്നെയാണ് പ്രശ്നം. ജലജക്ക് നാഗേന്ദ്രനെ ഒഴിവാക്കണമായിരുന്നു. അതിനുവേണ്ടി നാഗേന്ദ്രനെ കുറ്റക്കാരനാക്കണം. നാഗേന്ദ്രൻ ഒരു കൊള്ളരുതാത്തവനാക്കണം. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന് പറഞ്ഞുണ്ടാക്കണം. അതിനുവേണ്ടി ഒരു പാവപ്പെട്ട പെണ്ണിനെ നാഗേന്ദ്രനെ കുറിച്ച് ഒരു അവിഹിത കഥ അങ്ങോട്ട് ഉണ്ടാക്കി വിട്ടു ജലജ. അതിനു വേണ്ടിയുള്ള തെളിവുകളും ഉണ്ടാക്കി ജലജ. അതിൽ മുത്തശ്ശി വീഴുകയും ചെയ്തു. അങ്ങനെയാണ് നാഗേന്ദ്രൻ ഒരു വൃത്തികെട്ടവനാണെന്നും പെണ്ണുപിടിയനാണെന്നും വിചാരിച്ച് അവിടെ നിന്ന് ആട്ടി പുറത്താക്കണത്. അത് മാത്രല്ല, ജലജ വേറെ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ദേവ്യാനി, അതുപോലെ തന്നെ നമ്മുടെ ജാനകിയൊക്കെ അന്ന് വിവാഹം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ല അവിടെ നിൽക്കണത്. അപ്പൊ അവരെയൊക്കെ നാഗേന്ദ്രൻ കയറി പിടിച്ചാലോ, നാഗേന്ദ്രന്റെ അമ്മേനെ പെങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് അയാൾ ഇവിടുന്ന് ഇവിടുന്ന് പുറത്താക്കമ്മേ എന്നൊക്കെ പറയണം. മാത്രമല്ല, ഒരു പെണ്ണുപിടിയെ അങ്ങനെ വീട്ടിലാരും നിർത്തില്ലല്ലോ. അങ്ങനെയാണ് നാഗേന്ദ്രൻ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം. നാഗേന്ദ്രനെ എന്ത് പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ഇതുപോലെ CCTV ക്യാമറകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത്ര ഇതല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നാഗേന്ദ്രൻ ഒരു കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാവരും നാഗേന്ദ്രനെ ചവിട്ടി പുറത്താക്കിയത്. നാഗേന്ദ്രൻ അന്ന് പണമോ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. നാഗേന്ദ്രന്റെ സ്വഭാവവും ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ടാണ് മുത്തശ്ശൻ ജലജന ആ ഒരു വിവാഹം നടത്തി കൊടുത്തത് തന്നെ കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ അവിടെ നാട് വിടാൻ പോലും പൈസ ഇല്ലാതെ കള്ളവണ്ടി കയറിയിട്ടാണ് അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇവിടേക്കോ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കള്ളപ്പണിയാണ് പിന്നീട് നാഗേന്ദ്രന് അത് നിർത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ മൂർത്തിച്ചോലിനെ തകർക്കണം എന്നുള്ള വിചാരം മാത്രമേ നാഗേന്ദ്രന് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല നിമിഷങ്ങൾ ഇനി നമുക്ക് ആ കഥകളൊക്കെ കാണിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡ് പുറമേലും മിക്കവാറും നാഗേന്ദ്രന്റെ ഭാഗമായിരിക്കും കാണിക്കുന്നുണ്ടാവും. ഇത്രയും നാളെ ഇനിയിപ്പോ കാണിച്ചത് നമ്മുടെ നന്ദുവിന്റെ അനിയന്റെ ഭാഗമാണല്ലോ. ഇനിയിപ്പോ നന്ദുവിന്റെ അനിയന്റെ ഭാഗം കാണിക്കലൊക്കെ കുറവാണ്. വീണ്ടും നാഗേന്ദ്രന്റെ കഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.